ചന്ദനമരം, രക്തചന്ദനത്തെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിൽ ഭയങ്കര ഹിറ്റാണ്. ഒരു സിനിമയൊക്കെ ഇറങ്ങിയായിരുന്നല്ലോ, അതെ ഈ കാണുന്ന സാധനം ഒക്കെ അതാണ്, രക്തമല്ല ചന്ദനമരമാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ചന്ദനക്കാടാണ്. ചന്ദനക്കാട്. ഇത് യെല്ലോ സാൻഡലാണ്. സാധാരണക്കാരനായ ഒരാളെ ചന്ദനം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ കള്ളക്കടത്ത് അങ്ങനത്തെ ചിന്തിക്കുന്നുള്ളൂ. അല്ല മീൻസ് ഇത് നല്ല ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മരം തന്നെയാണിത്. പിന്നെ ഇതിന്റെ ഒരു സൈസ് ഒക്കെ അനുസരിച്ചിട്ടാണ് പല കാറ്റഗറി ഉണ്ട്. അതായത് ഇപ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ച്, അതിന്റെ താഴോട്ട് ഇങ്ങനെ 1/2 ഇഞ്ച് വെച്ച് വരും. വിലായത് ബുദ്ധ്, ഇപ്പോൾ ഒരു പുതിയ പിക്ചർ വരുന്നുണ്ട് പൃഥ്വിരാജിന്റെ. വിലായത് ബുദ്ധ്, ചൈന ബുദ്ധ്, പഞ്ചം, ഗോഡില, ഗോഡ് ബദ്ല, ബദ്രീനാഥ് എന്നൊക്കെ പറയുന്ന ഓരോ ഗ്രേഡ്സ് ഉണ്ട് സൈസ് അനുസരിച്ച്. അതനുസരിച്ചാണ് വില. എല്ലാത്തിനും ഒരു വിലയല്ല. പിന്നെ ലാസ്റ്റ് പിന്നെ ഗ്രേഡ് 1 to 8 വരുന്നുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് ആയിട്ട് റൂട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ്, ഇതിലെല്ലാം ഇൻഡിവിജ്വലി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മരത്തിന് 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇത് അവിടെയൊക്കെ കാണാം. നമുക്ക് 2 ടാഗ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു സർവേ നമ്പർ ഉണ്ടാവും, മരത്തിൻ്റെ എണ്ണം ഉണ്ടാവും, ഏത് വർഷമാണ് നമ്മൾ സെൻസ് ചെയ്ത ആ കണക്കെല്ലാം ഈ മരത്തിലുണ്ട്. അപ്പൊ ഇതില് ഈ പുഷ്പം കടത്തുന്ന മരവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അത് രക്തചന്ദനമാണ്. രക്തചന്ദനം ഇപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ എക്കോ ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നത് ഗ്രാമിന് 5 രൂപ കണക്കാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഏകദേശം 23 രൂപ തൊട്ട് 35 രൂപ ഗ്രാം, ഏകദേശം 35,000 per kg. അത് മാക്സിമം സൈസ് ഉള്ളതിന് നമുക്ക് കിട്ടും. പിന്നെ പണ്ടൊക്കെ ഈ മരത്തിന്റെ ബാർക്ക് റിമൂവ് ചെയ്ത് അങ്ങനെയായിരുന്നു ഇതിനെ ടാഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഡാമേജ് ആവും. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ടാഗ് വെച്ച് കൊടുക്കും. അതൊരു നല്ല കാര്യമാണ്. ഈ കാണുന്നതൊക്കെ പണ്ടത്തെ മരങ്ങൾ, എല്ലാ മരങ്ങളിലും ടാഗ് ചെയ്തേക്കുന്ന കാണാം. അതിൽ എഴുതിയേക്കുന്നത് കാണാം നമുക്ക്. സാൻഡൽ ഫോറസ്റ്റ് ആണ്. ഇവിടെ അത്യാവശ്യം നമ്മുടെ സ്പോട്ടഡ് ഡിയറും വൈൽഡ് ഗൗറും പിന്നെ പോക്കിപ്പൈനും അങ്ങനെ നല്ല മലയാള നല്ല ബേർഡിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് പോക്കിപ്പൈൻ. മുള്ളംപന്നി നമുക്കിത് എവിടെ കാണാം. അത്യാവശ്യം ഇവിടെ ഒരു 200-300 മാനുകളുണ്ട് നമുക്ക്.